ദ എക്വിലിബ്രിയംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലുടനീളം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നുണകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു നുണ എങ്ങനെ പിടികൂടാം? മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 13 ജീനിയസ് തന്ത്രങ്ങളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കൂ. അതിൽ ഒന്നാമത്തേത് ഒരാളുടെ കണ്ണുകൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി കള്ളം പറയുകയാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് കണ്ണിൻ്റെ ചലനം നിങ്ങൾക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകും. സാധാരണയായി നുണ പറയുന്നവർ ദീർഘനേരം നേത്ര സമ്പർക്കം നിലനിർത്തുന്നത് ഒഴിവാക്കും. ഇത് കള്ളം പറയുമ്പോഴോ ഉത്കണ്ഠയോ കുറ്റബോധമോ മൂലം ആകാം. പരിചയസമ്പന്നനായ ഒരു നുണയൻ ഇത് അറിയുകയും നിങ്ങളുമായി നേത്ര സമ്പർക്കം പുലർത്തുന്നത് ഉറപ്പാക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ കണ്ണുകൾ പൊതുവെ എങ്ങനെ കാണപ്പെടുന്നു എന്ന് പരിശോധിക്കുക. അതുകൊണ്ട് കൃഷ്ണമണിക്ക് വികാസം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉത്കണ്ഠയും പരിഭ്രാന്തിയും അനുഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഇവർ പലരും വിക്ടിം കാർഡ് ഇറക്കിയേക്കാം. അങ്ങനെ ഒരാൾ വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നത് ഇവരെ പിടികൂടാനുള്ള മറ്റൊരു മാർഗമാണ്. ഇങ്ങനെ വിക്ടിം കാർഡ് ഇറക്കുന്നവർ ഒരു ലളിതമായ ചോദ്യം പോലും കോപത്തോടെയോ കുറ്റബോധത്തോടെയോ കണ്ണീരോടെയാണ് നേരിടുന്നത്. ആ വൈകാരിക പ്രതികരണം പലപ്പോഴും അവർ കള്ളം പറയുമ്പോൾ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. നിങ്ങൾ ഒരു അനുകമ്പയുള്ള വ്യക്തിയാണെങ്കിൽ ആ കെണിയിൽ വീഴാനും നുണയ്ക്ക് വഴങ്ങാനും എളുപ്പമാണ്. നുണ മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് വിശ്വസിക്കുക എന്നുള്ളതാണ്. ചിലർ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു തോന്നൽ അനുഭവപ്പെടാറുണ്ട്, ഇവർ പറയുന്നത് നുണയാണ് എന്നുള്ള. അങ്ങനെ ഒരു ഗട്ട് ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതുതന്നെയാണ് നുണ അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉൾക്കാഴ്ച, നിങ്ങളുടെ അവബോധം, നിങ്ങളുടെ തൽക്ഷണ പ്രതികരണം ഇവയെല്ലാം ആരെങ്കിലും പറയുന്നതിനോടുള്ള ഒരു പ്രതികരണമാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ പ്രതികരണമാണ് അവ. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അനാവശ്യമായ സംഭാഷണങ്ങൾ റീഡയറക്റ്റ് ചെയ്യാറുണ്ട്. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ചുറ്റിക്കളി ഉണ്ടെങ്കിൽ അത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. കള്ളം പറയുമ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഒരു തന്ത്രമാണിത്. അങ്ങനെ വരുമ്പോൾ കള്ളം പറയുന്നവർ പലപ്പോഴും നിങ്ങളുടെ ചോദ്യത്തിൻ്റെ വ്യത്യസ്തമായ ഒരു പതിപ്പിന് ഉത്തരം നൽകുന്നു. അവർക്ക് സുരക്ഷിതമായി തോന്നുന്ന ഒന്ന്. അതിനാൽ അവർക്ക് നുണ പറയുന്നത് ഒഴിവാക്കാൻ കഴിയും. ഉദാഹരണമായി, ഇന്നലെ രാത്രി പുറത്തു പോയപ്പോൾ നീ അവളെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ ആൺകുട്ടികളോടൊപ്പം പുറത്തായിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ അവിടെ അവർ മുഴുവൻ സത്യവും പറയാതിരിക്കുകയും നുണ പറയലിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നു. ആ പ്രതികരണം നിങ്ങളുടെ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം നൽകുന്നില്ല, അതേസമയം ഒരു പ്രതികരണത്തിന് മിഥ്യാധാരണ നൽകുന്നു. സൂക്ഷ്മമായി ഇതിനകം പറഞ്ഞ ഒന്നിലേക്ക് ശ്രദ്ധ മാറ്റുന്നു. മനസ്സിലാക്കാനുള്ള അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. നുണ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാതെ ആദ്യം അവരോട് നിഷ്പക്ഷമായ ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് സംഭാഷണം കൂടുതൽ ലഘുവായി തോന്നുകയും അവരുടെ സമ്മർദ്ദം കുറയുകയും ചെയ്യും. അങ്ങനെ സമ്മർദ്ദം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാര്യമായുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ കള്ളം പറയാൻ തുടങ്ങുകയും അവരുടെ സംഭാഷണ രീതിയിലും സംസാരത്തിലും മാറ്റം വരെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. നേരിട്ടുള്ള ചോദ്യങ്ങൾക്കിടയിൽ വഴിമാറുന്ന ഒരു നുണയനെ സമനില തെറ്റിച്ചേക്കാം. അവർ ആശയക്കുഴപ്പത്തിലാകുകയും അവരുടെ കഥയിലെ പൊരുത്തക്കേടുകൾ പെട്ടെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും. നുണ അല്ലെങ്കിൽ ചതി തിരിച്ചറിയാനുള്ള ഒരു ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ അമിതമായ ശ്രദ്ധയും താല്പര്യവും കാണിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു നുണ അല്ലെങ്കിൽ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. കുറ്റബോധം ലഘൂകരിക്കുന്നതിനും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നതിനും സത്യത്തെ അഭിസംബോധന ചെയ്യാതെ മുൻപോട്ട് പോകുന്നതിനും വേണ്ടി അസാധാരണമായ ദയയും വാത്സല്യവും സഹായവും ഒക്കെ ചെയ്യും. ഏഴാമതായി, ഒരു വ്യക്തിയുടെ സംസാര വേഗതയിൽ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരാൾ പതുക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് സാധാരണയായി കഥയെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനാലും അവർ പറയുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തി സ്ഥിരത ഉറപ്പാക്കാൻ മാനസികമായ ഇടവേളകൾ എടുക്കുന്നതിനാലുമാണ്. അവർ സാധാരണയേക്കാൾ വേഗത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അത് പരിഭ്രാന്തരായതിനാലാണ്. തന്നെ വേഗത്തിൽ പറഞ്ഞാൽ അതത്ര ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുമാണ്. എട്ടാമത്തെ പോയിന്റ്, ഒരു കഥ അമിതമായി പരിശീലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ചിലർ പറയുന്ന കഥ വളരെ പെർഫെക്റ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ അത് കള്ളമായിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഒമ്പതാമതായി, ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. മുഖത്ത് സ്പർശിക്കുക, മുടിയിൽ കളിക്കുക, വിയർക്കുക, കാലാട്ടുക, ചുണ്ട് കടിക്കുക, നഖം കടിക്കുക ഇവയെല്ലാം ആരെങ്കിലും കള്ളം പറയുന്നതിൻ്റെ സൂചനയായ ശരീരഭാഷ അടയാളങ്ങളാണ്. പത്താമതായി, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് അമിതമായി വിശദീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നുണ പറയുന്നവർ പൊതുവെ അമിത വിശദീകരണങ്ങൾ നൽകാറുണ്ട്. 11ാമതായി, ഒരാളുടെ മാനസികാവസ്ഥ മാറുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഒരു വ്യക്തി കള്ളം പറയുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചിലപ്പോൾ കോപിക്കുകയും മറ്റും ചെയ്തേക്കാം. രണ്ടാമത്തേത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഗ്യാസ് ലൈറ്റിംഗ്? അവർ നിങ്ങളുടെ ഓർമ്മയെയോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയോ പോലും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചേക്കാം. അതായത് അവരുടെ ഭാഗം കറക്റ്റാണ് എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുബോധമില്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചേക്കാം. ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത്. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് 13ാമത്തേത് മുഖഭാവങ്ങൾ സൂം ഇൻ ചെയ്യുക എന്നുള്ളതാണ്.
ഓരോ ഭാവങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരാൾക്ക് ശരീരത്തിൽ അഡ്രിനാലിൻ്റെ അളവ് വർദ്ധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ചുമന്ന് തൊടുത്തേക്കാം. ഉദാഹരണത്തിന് കള്ളം പറയുന്നതിൽ പിടിക്കപ്പെടുമോ എന്ന് ഉത്കണ്ഠ തോന്നുമ്പോൾ. അതുപോലെ മറ്റ് ചില സന്ദർഭങ്ങൾ വഴക്കിലേക്ക് പോകുന്ന ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലത്ത് നിന്ന് തടുതപ്പേണ്ട അവസ്ഥകളിൽ ഒക്കെ അവർ വിളറി വെളുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ നുണകളിൽ വീഴാതിരിക്കാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.